കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ വിമാനയാത്രാ നിരക്ക് കുറച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ടിക്കറ്റ് നിരക്കിൽ കുറവ് വരുത്താൻ കേന്ദ്രം നിർബന്ധിതമായത്. സംസ്ഥാന ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നൽകിയ കത്തിന് മറുപടിയായാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇക്കാര്യം അറിയിച്ചത്. ഏറെക്കാലമായുള്ള സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം മുൻനിർത്തിയാണ് കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രാ നിരക്ക് വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്രം നിർബന്ധിതമായത്. സംസ്ഥാന ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഇടപെടലാണ് കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രക്കാരുടെ ടിക്കറ്റ് നിരക്ക് വെട്ടിക്കുറയ്ക്കുന്നതിൽ നിർണായകമായത്. മന്ത്രി വി അബ്ദുറഹ്മാൻ നൽകിയ കത്തിന് മറുപടിയായാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ടിക്കറ്റ് നിരക്ക് കുറച്ച കാര്യം അറിയിച്ചത്. 1,65,000 രൂപയായിരുന്നു കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള യാത്രാ നിരക്ക്. ഇതിൽ 42,000 രൂപയാണ് കുറച്ചത്. 1,23,000 രൂപയായിരിക്കും കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്കുള്ള പുതുക്കിയ നിരക്ക്. ടെൻഡറുകളിൽ കോട്ടുകൾ ലഭിക്കുന്നതിന് വിവിധ സാങ്കേതിക കാര്യങ്ങൾ മുൻനിർത്തിയാണ് കേന്ദ്രം കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രയുടെ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നത്. സംസ്ഥാനം 2023 ആവശ്യപ്പെട്ടതനുസരിച്ച് എംബാർഷൻ പോയിന്റുകൾ വർദ്ധിപ്പിച്ച സാഹചര്യം 2024 നിലനിർത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കത്തിൽ അറിയിച്ചു. കരിപ്പൂർ എയർപോർട്ടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ കോഴിക്കോട് ലോക്സഭാ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീം MP നേരത്തെ രംഗത്ത് വന്നിരുന്നു. പുതുക്കിയ ടിക്കറ്റ് നിരക്ക് നിലവിൽ വരുന്നതോടെ ഹജ്ജ് തീർത്ഥാടകർ ഏറെക്കാലമായി നേരിട്ടിരുന്ന പ്രശ്നത്തിനാണ് ആശ്വാസമാവുന്നത്. സിയാർ ഷംസുദ്ദീൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.